ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഈസി ലേൺ PSCയിലേക്ക് സ്വാഗതം. 21/2/2025 നടന്ന സൂപ്പർവൈസർ ICDSൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ വന്നിട്ടുണ്ട്. നമുക്കത് നോക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ PDF വേണ്ടവർ ടെലഗ്രാമിൽ ജോയിൻ ചെയ്താൽ മതി. ടെലഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ ഏത് എക്സാമിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ മാർക്ക് ചെയ്ത ആൻസറിൻ്റെ PDF ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആൻസർ കീയിലേക്ക് പോകാം. ജാതീയമായ നീചത്വങ്ങൾക്കെതിരെ വില്ലുവണ്ടി സമരം നടത്തിയ കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവാണ് അയ്യങ്കാളി. 1839 കൽക്കട്ടയിൽ തത്വബോധിനി സഭ സ്ഥാപിച്ചത് ദേവേന്ദ്രനാഥ ടാഗോർ. ഏത് സ്ഥലത്താണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആദ്യം പൊട്ടിപ്പുറപ്പെട്ടത്? മീററ്റ്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ താഴെ പറഞ്ഞതിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫ്രഞ്ച് വിപ്ലവം. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൻ്റെ നിലവിലെ അധ്യക്ഷൻ ഡോക്ടർ വി നാരായണൻ. ഓപ്ഷൻ ബി ആണ്. കേരള ഫോക്ലോർ അക്കാദമി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല? കേരള ഫോക്ലോർ അക്കാദമി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ഇവർ തന്നിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ്. കണ്ണൂർ എന്നാണ് ഇവർ തന്നിരിക്കുന്നത്. 2022 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ ഫൈനലിൽ തോൽവി നേരിട്ട ടീം ഏത് രാജ്യത്തിൻ്റെതാണ്? ഫ്രാൻസിൻ്റെതാണ്. അമ്പലമണി എന്ന കാവ്യസമാഹാരം ആരുടെ കൃതിയാണ്? അമ്പലമണി, സുഗതകുമാരി. തോന്നയ്ക്കൽ കുമാരനാശാൻ സ്മാരക ദേശീയ സാംസ്കാരിക കേന്ദ്രം സ്ഥാപിച്ച വർഷം 1958. 2024 ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഡി ഗുഗേഷ് പരാജയപ്പെടുത്തിയത് ആരെ? ഡിങ് ലിറനെ. ഡീപ്പസ്റ്റ് പോയിന്റ് ഇൻ ദ ഇന്ത്യൻ ഓഷ്യൻ ഈസ്? ഓപ്ഷൻ എ ആണ് ഇവർ തന്നിരിക്കുന്നത്, സുണ്ടാഗർത്തം. ഹോട്ട് വിൻഡ് ദാറ്റ് ബ്ലോസ് ഓവർ ദി ഉഷ്ണകാലത്ത് ഗംഗാ സമതലത്തിൽ വീശുന്ന ഉഷ്ണക്കാറ്റേത്? ലൂ. താഴെ തന്നിരിക്കുന്ന സംസ്ഥാനങ്ങൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനവിസ്തീർണം ഉള്ളത് എവിടെയാണ്? മധ്യപ്രദേശ്. ഓപ്ഷൻ സി. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ താഴെ തന്നിട്ടുള്ളത് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? പള്ളിവാസൽ, മുതിരപ്പുഴ. ദ മോസ്റ്റ് പൊല്യൂട്ടഡ് റിവർ ഇൻ കേരള? ഏറ്റവും മലിനമായ നദി ഇവർ തന്നിരിക്കുന്നത് കല്ലായിപ്പുഴയാണ്. ഓപ്ഷൻ ബി ആണ് ഇവർ തന്നിരിക്കുന്നത്. താഴെ പറയുന്നവർ ഏതാണ് നീതി ആയോഗിൻ്റെ ഇന്ത്യയിലെ പങ്ക് നന്നായി വിശദീകരിക്കുന്നത്? ഇതിൻ്റെ ആൻസർ തന്നിരിക്കുന്നത് ഓപ്ഷൻ സി ആണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള സഹകരണം വളർത്തിയെടുക്കുന്നതിലൂടെ സംസ്ഥാന നിർദ്ദിഷ്ട നയങ്ങൾ രൂപീകരിക്കുന്നതിന് നീതി ആയോഗ് സൗകര്യമൊരുക്കുന്നു. ഇനി പറയുന്നവയിൽ ഏതാണ് 1991 ഇന്ത്യയിലെ പുതിയ സാമ്പത്തിക നയത്തിൻ്റെ പ്രധാന സവിശേഷത അല്ലാത്തത്? ഓപ്ഷൻ ബി ആണ് വരുന്നത്, പ്രധാന വ്യവസായങ്ങളുടെ ദേശസാൽക്കരണം. 18ാമത്തെ ക്വസ്റ്റ്യൻ, ഗ്രാമീണ വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനും കാർഷിക ഗ്രാമീണ വ്യവസായങ്ങൾക്ക് വായ്പ നൽകുന്നതിനുമായി ഇന്ത്യയിൽ സ്ഥാപിതമായ ഒരു പ്രത്യേക ധനകാര്യ സ്ഥാപനമാണ് ഇനി പറയുന്നതിൽ ഏതാണത്? നബാർഡ്. ഓപ്ഷൻ എ ആണ് വരുന്നത്, നബാർഡ്. അടുത്തത് 19ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തെക്കുറിച്ച് ഇനി പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരിയല്ലാത്തത്? ഓപ്ഷൻ ബി ആണ് ശരിയല്ലാത്തത്. ഹരിത വിപ്ലവം പ്രാഥമികമായി ഊന്നൽ നൽകിയത് ജൈവ കൃഷി രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും കൃഷിയിൽ രാസവസ്തുക്കൾ കുറയ്ക്കുന്നതിനുമാണ്. ഇത് തെറ്റാണ്, തെറ്റായിട്ടുള്ളതാണ് ഇവർ ചോദിച്ചിരിക്കുന്നത്. താഴെ പറയുന്നത് ഏത് വിളയാണ് ഇന്ത്യയുടെ ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത്? ജൂട്ട്, ചണം. 21ാമത്തെ ചോദ്യം, ഏത് സുപ്രധാന കേസ് വിധി പറയുമ്പോഴാണ് ഇന്ത്യൻ സുപ്രീം കോടതി മൗലിക അവകാശങ്ങളും നിർദ്ദേശ തത്വങ്ങളും തമ്മിൽ വിരുദ്ധതയില്ല ഒന്ന് മറ്റൊന്നിന് പൂരകമാണെന്ന് പരാമർശിച്ചത്? കേശവാനന്ദ ഭാരതി വേഴ്സസ് കേരള ഗവൺമെൻറ്, കേരള സംസ്ഥാനം. തർക്കുണ്ടെ കമ്മിറ്റി, ദിനേശ് ഗോസ്വാമി കമ്മിറ്റി, ഇന്ദ്രജിത് ഗുപ്ത കമ്മിറ്റി എന്നീ കമ്മിറ്റികളെല്ലാം ഇന്ത്യയിലെ ഒരു സുപ്രധാന പ്രശ്നമാണ് പഠനം വിധേയമാക്കിയത്. ഈ കമ്മിറ്റികളെല്ലാം പൊതുവായി പരിശോധിച്ച അന്വേഷണ വിഷയമാണ് ഇലക്ഷൻ പരിഷ്കാരങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, മാൻഡമസ് റിട്ടുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ചോദിച്ചിരിക്കുന്നത് എല്ലാ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1, 2, 4 എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. അപ്പം മാൻഡമസ് എന്ന പദം ആദ്യമായി അർത്ഥമാക്കുന്നത് സാഹിത്യപരമായി അർത്ഥമാക്കുന്നത് കൽപ്പന അല്ലെങ്കിൽ ആജ്ഞ എന്നാണ്. മാൻഡമസ് സ്വകാര്യ വ്യക്തിക്കെതിരായി പുറപ്പെടുവിക്കാനാവില്ല. 4ാമത്തത്, പൊതുകടമ നിർവഹിക്കാൻ വിസമ്മതിക്കുന്ന അധികാരികളോട് പ്രവൃത്തി നിർവഹണത്തിനായി മാൻഡമസ് ഉപയോഗിക്കുന്നു. 1, 2, 4 ആണ് ശരിയായിട്ടുള്ളത്.
കൺസിഡർ ദ ഫോളോയിങ്. ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷന്റെ ചുമതലകളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. മുകളിൽ നൽകുന്ന പ്രസ്താവനകൾ ഏതാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവരുടെ ആൻസർ പറഞ്ഞിരിക്കുന്നത് എല്ലാ പ്രസ്താവനകളും ശരിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചോദ്യം: ഇലക്ഷൻ കമ്മീഷന്റെ ചുമതലകൾ: വോട്ടർ പട്ടിക തയ്യാറാക്കുക, തിരഞ്ഞെടുപ്പ് തീയതികളും ഷെഡ്യൂളും പ്രഖ്യാപിക്കുക, രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുക, പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രാഷ്ട്രപതിയെ ഉപദേശിക്കുക. ഇതെല്ലാം ശരിയാണ്. 2024 ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? പൂനെയിലാണ്. 26ാമത്തെ ക്വസ്റ്റ്യൻ: കേരളത്തിൽ ഉത്തരവാദിത്ത ടൂറിസം പദ്ധതിയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാം ശരിയാണെന്നുള്ളതാണ് ഉത്തരം. 2008 ഉത്തരവാദിത്ത ടൂറിസം പദ്ധതിക്ക് കേരളത്തിൽ തുടക്കം കുറിക്കുന്നത്. പ്രാദേശിക ജനങ്ങളുടെയും സമൂഹങ്ങളുടെയും ക്ഷേമവും മെച്ചപ്പെട്ട സാമ്പത്തിക നേട്ടങ്ങളും വളർത്തിയെടുക്കുക എന്നതാണ് ഉത്തരവാദിത്ത ടൂറിസത്തിന്റെ ലക്ഷ്യം. സാമൂഹ്യവും പാരിസ്ഥിതികവും സാമ്പത്തികവുമായ 3 കാര്യങ്ങൾക്കാണ് ഈ പദ്ധതി പ്രാധാന്യം നൽകുന്നത്. 2013 കുമരകത്തെ ഉത്തരവാദിത്ത ടൂറിസം പദ്ധതിക്ക് യൂലിയസ് അവാർഡ് ലഭിച്ചു. എല്ലാം ശരി. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ പുതിയ അധ്യക്ഷനാണ് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. ഓപ്ഷൻ എ. 28ാമത്തെ ക്വസ്റ്റ്യൻ: കേരള വികസന മാതൃകയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. എന്നിട്ട് ശരിയായിട്ടുള്ളത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം എല്ലാം ശരിയെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കാം. കുറഞ്ഞ പ്രതിശീർഷ വരുമാനമുള്ള പൊരുത്തപ്പെടുന്ന ഉയർന്ന ഭൗതിക ജീവിത നിലവാര സൂചികകളുടെ ഒരു കൂട്ടമാണ് കേരള വികസന മാതൃക. അമർത്യ സെന്നും ജീൻ റീസും തങ്ങളുടെ നിരവധി കൃതികളിലൂടെ കേരളത്തിൻ്റെ വികസനാനുഭവത്തെ വളരെ കാലമായി പിന്തുണച്ചിട്ടുണ്ട്. ശരിയാണ്. കേരളത്തിൻ്റെ സാമൂഹിക നേട്ടങ്ങൾക്ക് അടിസ്ഥാനമായ ഘടകം സാമൂഹിക നീതിയാണെന്ന് ജോൺ റാറ്റ് പ്രസ്താവിക്കുന്നു. കേരള മോഡൽ ആവശ്യത്തിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചിട്ടില്ലെന്നും ഇത് നിരവധി ആളുകളെ വിദേശത്ത് ജോലി ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുവെന്നാണ് പ്രധാന വിമർശനം. എല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് വരുന്നത്. ഇനി 29ാമത്തെ ചോദ്യം: 2024 ഫോബ്സ് മാസികയുടെ ലോകത്തിലെ ഏറ്റവും മികച്ച ബാങ്കുകളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ഏക പ്രാദേശിക ഗ്രാമീണ ബാങ്കാണ് കേരള ഗ്രാമീൺ ബാങ്ക്. ഓപ്ഷൻ സി. ഇനി പറയുന്ന ഓപ്ഷൻ ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ അല്ല, മൈക്രോസോഫ്റ്റ് എക്സൽ. 31ാമത്തെ ഡിവൈസ് തിരക്കും ഡേറ്റ കൂടിയതും തടയാൻ സഹായിക്കുന്ന ഉപകരണമാണ് സ്വിച്ച്. ഓപ്ഷൻ ബി. IT ആക്ട് 2000 നോട്ടിഫൈ ചെയ്തിരിക്കുന്നത്. IT ആക്ട് 2000 വിജ്ഞാപനം ചെയ്തപ്പോഴാണ് 17 ഒക്ടോബർ 2000. ഓപ്ഷൻ സി. ഏത് നഗരത്തിൽ നിന്ന് നടന്ന ഇ ഗവേണൻസ് സംബന്ധിച്ച 27ാമത് ദേശീയ സമ്മേളനത്തിലാണ് 2024 ഇ ഗവേണൻസ് അവാർഡുകൾ ലഭിച്ചത്? മുംബൈ. ഓപ്ഷൻ എ. അടുത്തത് 2005 വിവരാവകാശ നിയമം പ്രകാരം ഇളവ് ഇനി പറയുന്നവയിൽ ഏതാണ്? അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. മന്ത്രിസഭാ യോഗങ്ങളിലെ ചർച്ചകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. 35ാമത്തെ ക്വസ്റ്റ്യൻ: ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരമുള്ള ഉപഭോക്താക്കളുടെ അവകാശത്തെ കൃത്യമായി പ്രതിഫലിപ്പിക്കുന്ന പ്രസ്താവനകൾ ഏതാണ്? അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. വാങ്ങുന്നതിന് മുമ്പ് സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ ഗുണനിലവാരം, അളവ്, വില എന്നിവയെക്കുറിച്ച് അറിയാനുള്ള ഉപഭോക്താക്കൾക്ക് അവകാശമുണ്ട്. 36ാമത്തെ ക്വസ്റ്റ്യൻ: 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിന് കീഴിലുള്ള ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഒരു പ്രവർത്തനത്തെ കൃത്യമായി വിവരിക്കുന്ന പ്രസ്താവന ഏതാണ്? മനുഷ്യാവകാശ ലംഘനങ്ങൾ തടയുന്നതിനും മനുഷ്യാവകാശ പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നടപടികൾ NHRCക്ക് ശുപാർശ ചെയ്യാൻ കഴിയും. ഓപ്ഷൻ സി ആണ് ആൻസറായിട്ട് വരുന്നത്. 37ാമത്തത് 2012 ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമത്തിന്റെ ഒരു വ്യവസ്ഥയെ ഇനി പറയുന്ന പ്രസ്താവനകൾ കൃത്യമായി പ്രതിഫലിപ്പിക്കുന്നത് ഏതാണ്? ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഇരകളായ കുട്ടികൾക്ക് അതിവേഗ നീതി ഉറപ്പാക്കാൻ എല്ലാ കേസുകളും ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ അന്വേഷിക്കുകയും വിചാരണ ചെയ്യുകയും ചെയ്യണമെന്ന് പോക്സോ നിയമം അനുശാസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ 38ാമത്തെ ക്വസ്റ്റ്യൻ: ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലെ സമീപകാല സംഭവ വികാസങ്ങളെ സംബന്ധിച്ച് സമകാലിക കാര്യങ്ങൾ എടുത്തു കാണിക്കുന്ന ഇനി പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി? 38ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. വൈറ്റ് ഗുഡ്സിനായി PLI സ്കീമിന് കീഴിൽ ഇന്ത്യൻ സർക്കാർ 24 കമ്പനികളെ തിരഞ്ഞെടുത്തു. 3516 കോടി രൂപയുടെ നിക്ഷേപമായിരുന്നു അത്. 39ാമത്തെ ചോദ്യം: ശിശു വിദ്യാഭ്യാസത്തിൽ കുടുംബത്തിൻ്റെ പങ്കാളിത്തം പ്രധാനമാണ്, എന്തുകൊണ്ട്? ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് വരുന്നത്. കുടുംബത്തിൻ്റെ സംസ്കാരവും മൂല്യങ്ങളും ക്ലാസ് മുറിയിലേക്ക് സമന്വയിപ്പിക്കുന്നതിനും വ്യക്തിഗത പഠനം പ്രോത്സാഹിപ്പിക്കുന്നതിനും അധ്യാപകരെ സഹായിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ 40ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. പ്രാദേശിക ആവശ്യങ്ങൾ പരിഗണിച്ച് പ്രീ പ്രൈമറി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പാഠ്യപദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം ചുവടെ പറയുന്നവയിൽ എന്താകണം? ഓപ്ഷൻ ബി ആണ് ആൻസർ. പ്രാദേശിക പരിസ്ഥിതിയും സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ പരിഗണിച്ച് രൂപപ്പെടുത്തുന്ന പാഠ്യപദ്ധതി. 41ാമത്തെ ക്വസ്റ്റ്യൻ: 19 ഉം 20 നൂറ്റാണ്ടുകൾ കേരളത്തിലെ സാമൂഹിക സാംസ്കാരിക പരിഷ്കാരങ്ങളെ
ക്രിസ്ത്യൻ മിഷനറിമാരുടെ വിദ്യാഭ്യാസ സംഭാവനകൾ എങ്ങനെ സ്വാധീനിച്ചു? ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ശാസ്ത്രവും ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും എല്ലാവർക്കും ലഭിക്കാൻ ആധുനിക വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്ന സ്കൂളുകളും കോളേജുകളും സ്ഥാപിച്ചു. 42ാമത്തെ ചോദ്യം, ശിശു വിദ്യാഭ്യാസ പ്രവർത്തകരുടെ പ്രധാന ചുമതല എന്താണെന്ന് നിങ്ങൾ കരുതുന്നത്? ഓപ്ഷൻ ഡി ആണ് പറയുന്നത് കുട്ടികളുടെ ശാരീരികവും വൈകാരികവും സാമൂഹികവും വൈജ്ഞാനികവുമായ സമഗ്ര വികാസത്തെ പിന്തുണയ്ക്കുക. 43ാമത്തെ ചോദ്യം, വിദ്യാഭ്യാസവും ജനാധിപത്യവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ജോൺ ഡ്യൂയിയുടെ തത്വചിന്ത ചുവടെ പറയുന്ന പ്രസ്താവനകൾ ഏതെല്ലാം പ്രസ്താവനകളുമായി പൊരുത്തപ്പെടുന്നു? 1, 2, 4 എന്നുള്ളതാണ് ആൻസർ വരുന്നത്. 1, 2, 4. അടുത്തത്, പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിലെ സമൂഹ പുരോഗതിക്ക് എന്ത് സംഭാവന നൽകുന്നു? ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് കുട്ടികളുടെ സാമൂഹികവും വൈകാരികവുമായ സമഗ്ര വികസനത്തിന് പ്രാധാന്യം നൽകുന്നു. 45ാമത്തെ ക്വസ്റ്റ്യൻ, കുട്ടികളുടെ വളർച്ചയെയും പഠനത്തെയും സംബന്ധിച്ച് മോണ്ടിസോറിയുടെയും പിയാഷെയുടെയും വിദ്യാഭ്യാസ ചിന്തകൾ തമ്മിലുള്ള പ്രധാന വ്യത്യാസം. ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. മോണ്ടിസോറി ഇന്ദ്രിയ അനുഭവങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു, പിയാഷെ വൈജ്ഞാനിക വികസനത്തിന് പ്രാധാന്യം നൽകുന്നു. താഴെ പറയുന്നവയിൽ പ്രീ പ്രൈമറി അധ്യാപകർക്ക് ഉണ്ടാവേണ്ട അനിവാര്യമായ കഴിവ്. 46ാമത്തേൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, നിരീക്ഷണ വൈദഗ്ധ്യം. 47ാമത്തെ ക്വസ്റ്റ്യൻ, പ്രീ പ്രൈമറി അധ്യാപകർക്ക് സാംസ്കാരികമായ കഴിവുകൾ ഉള്ളവരാകണം. എന്തുകൊണ്ട്? ഓപ്ഷൻ ബി ആണ് വരുന്നത് കുട്ടികളുടെ വൈവിധ്യമാർന്ന പശ്ചാത്തലങ്ങളോടുള്ള ആദരവ് വളർത്തൽ. 48ാമത്തെ ക്വസ്റ്റ്യൻ, പ്രീ പ്രൈമറി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സംഘാടനത്തിൽ നിർണായകമായ ഘടകങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ സി ആണ് വരുന്നത് 1, 2, 4 എന്നുള്ളതാണ് ഉത്തരം വരുന്നത്. 1, 2, 4. പ്രാഥമിക വിദ്യാഭ്യാസത്തിൽ വിദഗ്ധമായ പരിശീലനം ലഭിച്ച അധ്യാപകർ കുട്ടികൾക്ക് സുരക്ഷിതത്വവും പ്രചോദനാത്മകവുമായ അന്തരീക്ഷം, പ്രായത്തിന് അനുയോജ്യമായ പഠന സാമഗ്രികളുടെ ലഭ്യത. 49ാമത്തെ ക്വസ്റ്റ്യൻ, ICDS അംഗനവാടികൾ പോലുള്ള സർക്കാർ ഏജൻസികൾ ഇന്ത്യയിൽ പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നു. ഓപ്ഷൻ എ ആണ് കാരണം. അവകാശവാദവും കാരണവും ശരിയാണ്. കൂടാതെ കാരണം വാദത്തിൻ്റെ ശരിയായ വിശദീകരണവുമാണ്. 50ാമത്തെ ക്വസ്റ്റ്യൻ, ശിശു വിദ്യാഭ്യാസത്തിൽ കുട്ടികളുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും വൈവിധ്യമാർന്ന സാംസ്കാരികവും സാമൂഹികവുമായ പശ്ചാത്തലങ്ങൾ എങ്ങനെ ഉൾപ്പെടുത്തി നടപ്പാക്കാം? ഇതിൻ്റെ ആൻസർ വരുന്നത് 50ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. കുട്ടികളുടെ സാംസ്കാരിക തനിമകളെ പ്രതിഫലിപ്പിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന ക്ലാസ് മുറികളും പ്രവർത്തനങ്ങളും സൃഷ്ടിക്കുന്നു. 51ാമത്തെ ചോദ്യം, UNCRCയുടെ തത്വങ്ങൾ പ്രാവർത്തികമാക്കുന്നത് കുട്ടികളുടെ സമഗ്രമായ വളർച്ചയും വിദ്യാഭ്യാസത്തിലുള്ള പങ്കാളിത്തവും ഉറപ്പാക്കാൻ അധ്യാപകരെ പ്രാപ്തരാക്കുന്നത്. ഓപ്ഷൻ എ ആണ് വരുന്നത് കുട്ടികളുടെ പഠനത്തെയും ക്ഷേമത്തെയും ബാധിക്കുന്ന തീരുമാനങ്ങളിൽ അവരെ സജീവമായി ഉൾപ്പെടുത്തി അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ട്. 52ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ വിദ്യാഭ്യാസ വ്യവസ്ഥയെ ആധുനികമാക്കാൻ ഉപയോഗിച്ച പ്രധാന രീതി. 52ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. എല്ലാവർക്കും തുല്യമായ അവസരങ്ങൾ നൽകുകയും സാംസ്കാരികവും ശാസ്ത്രീയവുമായ പഠനത്തിന് പ്രാധാന്യം നൽകുകയും ചെയ്യുന്നു. 53ാമത്തെ ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ് ആണ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 1A, 2B, 3C, 4D. 1A എന്ന് പറയുമ്പോൾ മഹാത്മാഗാന്ധി സ്വയം പര്യാപ്തവും ധാർമ്മിക വികാസത്തിനും ഉതകുന്ന വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ചു. രവീന്ദ്രനാഥ ടാഗോർ സർഗാത്മകവും പ്രകൃതിയിൽ അധിഷ്ഠിതവുമായ ആഗോളബോധമുള്ള പഠനരീതി പ്രചരിപ്പിച്ചു. സ്വാമി വിവേകാനന്ദൻ ശാരീരിക, മാനസിക, ആത്മീയ വളർച്ച ഉൾപ്പെടുന്ന സമഗ്രമായ വിദ്യാഭ്യാസം മുന്നോട്ട് വെച്ചു. ജിദ്ദു കൃഷ്ണമൂർത്തി സ്വതന്ത്ര ചിന്തയും അനുഭവാധിഷ്ഠിതമായ പഠനവും പ്രോത്സാഹിപ്പിക്കുന്നു. ഏത് പ്രത്യേകതയാണ് കളിയെ പ്രീ സ്കൂൾ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ നിർണായക ഭാഗമാക്കുന്നത്? 54ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. നിരീക്ഷണത്തിലൂടെയും ഏർപ്പെടുന്ന പ്രവർത്തനങ്ങളിലൂടെയും മികച്ച രീതിയിൽ കളിക്കുന്നു. 55ാമത്തെ ക്വസ്റ്റ്യൻ, ഫലപ്രദമായ പ്രീ സ്കൂൾ ക്ലാസ് മുറിയുടെ പ്രധാന പ്രത്യേകതകൾ എന്തെല്ലാം? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 1ഉം 3ഉം ആണ്. പ്രവർത്തനങ്ങൾക്കായി വ്യത്യസ്ത പ്രവർത്തന ഇടങ്ങൾ, ശിശു സൗഹൃദപരമായ ഫർണിച്ചറുകളും നിറപ്പകിട്ടാർന്ന അലങ്കാരങ്ങളും. 56ാമത്തെ ക്വസ്റ്റ്യൻ, പ്രീ സ്കൂൾ കുട്ടികൾക്ക് കളിയിൽ അധിഷ്ഠിതമായ പഠനം നിർണായകമാണ്. കാരണം കളികൾ ചലനപരമായ കഴിവുകൾ, ആശയവിനിമയം, സർഗാത്മകത എന്നിവ കുട്ടികളിൽ വികസിപ്പിക്കാൻ സഹായകരമാകും. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. അവകാശവാദവും കാരണവും ശരിയാണ്. കൂടാതെ കാരണം അവകാശവാദത്തിൻ്റെ ശരിയായ വിശദീകരണവുമാണ്. 57ാമതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1D, 2C, 3A, 4B എന്നാണ് വരുന്നത്. 58ൻ്റെ ആൻസർ വരുന്നത് ഇന്ത്യയുടെ പുരാതന കാഴ്ചപ്പാടുകൾ വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാന പരിമിതി. ഓപ്ഷൻ ബി ആണ് വരുന്നത്. ജാതി അടിസ്ഥാനമാക്കിയുള്ള പ്രത്യേക അവകാശങ്ങളും പരിമിതപ്പെട്ട ആനുകൂല്യങ്ങളും നൽകി. 59ൻ്റെ ആൻസർ ആരോഗ്യം എന്നാൽ രോഗമോ അംഗവൈകല്യമോ ഇല്ലാത്ത അവസ്ഥ മാത്രമല്ല, ശാരീരികമായും മാനസികമായും സാമൂഹികമായുമുള്ള പരിപൂർണ്ണ സുസ്ഥിതിയാണെന്ന് പറഞ്ഞത്. ഓപ്ഷൻ ഡി ആണ്. നൺ ഓഫ് ദി എബോവ് ആണ്. 60ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ, സ്ത്രീകളുടെ ശാരീരിക ആരോഗ്യത്തിന് പ്രതികൂലമായി ബാധിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം? ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്.
ഓപ്ഷൻ ബി എന്ന് പറയുമ്പോൾ 2, 3, 4. ശുചിത്വമില്ലായ്മ, അനാരോഗ്യകരമായ ശീലങ്ങൾ, തെറ്റായ പോഷണം. ഇനി അടുത്തത് ഗർഭമലസൽ, മുലപ്പാലിൻ്റെ അഭാവം, ജന്മവൈകല്യങ്ങൾ, കുഞ്ഞിൻ്റെ ആന്തരികാവയവങ്ങൾക്ക് ക്ഷതം എന്നീ വൈഷമ്യങ്ങൾക്ക് കാരണമെന്ത്? ഓപ്ഷൻ ഡി ആണ് കൺസെപ്ഷൻ ബിഫോർ ദ ഏജ് ഓഫ് 21, 21 വയസ്സിന് മുൻപേ ഉള്ള ഗർഭധാരണം. 62. താഴെ പറഞ്ഞതിൽ പ്രോട്ടീനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 2, 3 ആണ് വരുന്നത്. സിറം ആൽബുമിൻ ഒരു പ്രോട്ടീനാണ്. നൈട്രജൻ അടങ്ങിയ ജൈവ സംയുക്തമാണ്. എന്താണ് ക്രിട്ടിനിസം? ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഗർഭിണിയായ അമ്മയുടെ ഭക്ഷണത്തിൽ അയോഡിൻ്റെ അഭാവം മൂലം ഒരു നവജാത ശിശുവിലുണ്ടാകുന്ന രോഗമാണ് ക്രിട്ടിനിസം. അടുത്തത് 64-ാമത്തെ ആൻസർ. പ്രൈമറി കുട്ടികളുടെ സമീകൃത ആഹാരവുമായി ബന്ധപ്പെട്ട് ചുവട് ചേർത്തിരിക്കുന്ന ചാർട്ട് പ്രതിനിധീകരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് വരുന്നത്. ചെലവ് കുറഞ്ഞ സമീകൃത ആഹാരത്തിൻ്റെ ചാർട്ട്. 65-ാമത്തെ ക്വസ്റ്റ്യൻ. ഏത് അപകടം സംഭവിച്ചാലാണ് താഴെ പറഞ്ഞ പ്രഥമ ശുശ്രൂഷ നൽകേണ്ടത്? കുറച്ച് സമയം രക്തം വാർന്നു പോകാൻ അനുവദിക്കുക, ശുദ്ധമായ തുണി കൊണ്ട് മുറിവ് വെച്ച് കെട്ടുക, മുറിവ് വീര്യം കുറഞ്ഞ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക. ഏതാണ് വരുന്നത്? പട്ടി കടിച്ചാൽ. ഓപ്ഷൻ സി. 66. ഗവൺമെൻറ് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസവും ഭാവിയിലുള്ള സാമ്പത്തിക സുരക്ഷതയും ഉറപ്പാക്കുന്ന സർക്കാർ പദ്ധതി ഏതാണ്? ഓപ്ഷൻ ബി ആണ് വരുന്നത്. സുകന്യ സമൃദ്ധി യോജന. 67-ാമത്തെ ക്വസ്റ്റ്യൻ. മനുഷ്യരോഗങ്ങൾ, മൃഗരോഗങ്ങൾ, പരിസ്ഥിതി ആരോഗ്യം എന്നിവ തമ്മിലുള്ള ബന്ധം തിരിച്ചറിയുകയും അവയെ ഏകോപിതമായി നിയന്ത്രിക്കുകയും ചെയ്യുന്ന സമഗ്ര ആരോഗ്യ പരിപാലന പദ്ധതി. ഓപ്ഷൻ ബി ആണ് വരുന്നത്. വൺ ഹെൽത്ത് പ്രോഗ്രാം. 68. ബോർഡറ്റില പെർട്ടൂസിസ് എന്ന രോഗാണു പകർത്തുന്ന രോഗം. ഓപ്ഷൻ സി ആണ് വരുന്നത്. വില്ലൻ ചുമ, വൂപ്പിംഗ് കഫ്. താഴെ തന്നിരിക്കുന്ന ചിത്രം ഏത് സംവേദന സംവിധാനത്തിൻ്റെ നിയമത്തിന് ഉദാഹരണമാണ്? ഓപ്ഷൻ സി ലാളിത്യത്തിൻ്റെ നിയമം. 70-ാമത്തെ ചോദ്യം. പാവക്കുട്ടികൾക്ക് ആഹാരം നൽകുന്നത് കണ്ടിട്ടില്ലേ? പിയാഷെയുടെ അഭിപ്രായത്തിൽ ഏത് വികാസഘട്ടത്തിൻ്റെ സവിശേഷതയാണ് സചേതന ചിന്ത? ഓപ്ഷൻ ബി ആണ് വരുന്നത്. പ്രാഗ് മനോവ്യാപാരഘട്ടം, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. 71. എ സ്റ്റുഡൻറ് നോസ് ദാറ്റ് ദ സം ഓഫ് 8 10 rupees 8 10 രൂപ നോട്ടുകൾ ചേർന്നാൽ 80 രൂപയാകും എന്നറിയുന്ന കുട്ടി 80 രൂപയിൽ എത്ര 10 രൂപ നോട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ പ്രയാസപ്പെടുന്നു. കുട്ടിക്ക് ഏത് പരിമിതിയാണുള്ളത്? പ്രത്യാവർത്തനം. ഗാന്ധിജിയുടെ സത്യസന്ധത ആൽപോർട്ടിൻ്റെ ട്രേഡ് തിയറിയിൽ ഏത് സവിശേഷതകൾ ഉൾപ്പെടുന്നു? മുഖ്യ സവിശേഷതകൾ. വികലാംഗ ആക്ട് നടപ്പിലാക്കുന്നതിനുള്ള കേന്ദ്ര കോർഡിനേഷൻ കമ്മിറ്റിയുടെ അധ്യക്ഷൻ. കേന്ദ്ര സാമൂഹിക ക്ഷേമ വകുപ്പ് ചുമതലയുള്ള മന്ത്രി. IQ = MA/CA × 100 എന്ന സമവാക്യം രൂപീകരിച്ച ശാസ്ത്രജ്ഞൻ. ആൽഫ്രഡ് ബീനെ. 75-ാമത്തെ ക്വസ്റ്റ്യൻ. ഭൂപടം, ചാർട്ട്, ഡയഗ്രം എന്നിവ വായിച്ച് അപഗ്രഥിക്കുന്നതിന് കഴിവുള്ള കുട്ടിയുടെ ബുദ്ധിയുടെ ഏത് ഘടകമാണ് മുന്നിൽ നിൽക്കുന്നത്? ഓപ്ഷൻ സി ദൃശ്യസ്ഥലപരമായ ബുദ്ധി. 76. കുട്ടികളില്ലാത്തവർ വളർത്തുമൃഗങ്ങളെ അമിതമായി സ്നേഹിക്കുന്നു. ഇവിടെ ഏത് സമായോജന തന്ത്രമാണുള്ളത്? ഓപ്ഷൻ സി ഉദാത്തീകരണം. 77. ലോസ് സ്ത്രീ സംരക്ഷണ നിയമങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ സി ആണ് വരുന്നത്. 1, 3, 4. ആർട്ടിക്കിൾ 15(3), ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 39(e)യും F'ും. 78. ഒരു വ്യക്തി ഒരു നിശ്ചിത സാഹചര്യത്തിൽ എന്ത് ചെയ്യും എന്നതിന് ഒരു പ്രവചനം നടത്താൻ കഴിയുന്നത് അനുവദിക്കുന്നതാണ് വ്യക്തിത്വം. ഈ നിർവചനം വ്യക്തിത്വത്തിന് നൽകിയത് ആര്? ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. RB കാറ്റൽ. 79. ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം ഗ്രാമസഭ എന്നതിൻ്റെ ശരിയായ നിർവചനം. ഓപ്ഷൻ സി ആണ് വരുന്നത്. ഒരു പഞ്ചായത്തിൻ്റെ പരിധിക്കുള്ളിലുള്ള ഒരു ഗ്രാമത്തിലെ വോട്ടർ പട്ടികയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ വ്യക്തികളും ഉൾക്കൊള്ളുന്ന ഒരു സമിതി. 80-ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് സംവിധാനത്തെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായവ ഏതെല്ലാം? ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് വരുന്നത്. 1ഉം 2ഉം മാത്രം. പഞ്ചായത്ത് രാജ് സംവിധാനം 73-ാമത്തെ ഭരണഘടനാ ഭേദഗതി നിയമത്തിൽ ആവിഷ്കരിക്കപ്പെട്ടതാണ്. ഒരു പഞ്ചായത്തിൻ്റെ കാലാവധി നേരത്തെ പിരിച്ചുവിട്ടില്ലെങ്കിൽ 5 വർഷമാണ്. അടുത്ത 81-ാമത്തെ ചോദ്യം. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ പറഞ്ഞ പ്രസ്താവനകൾ പരിഗണിക്കുക. ഇതിൽ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ടുള്ളത്. 1ഉം 3ഉം മാത്രമാണ് വരുന്നത്. ആർട്ടിക്കിൾ 243(k) ഒരു സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥാപിക്കാൻ വ്യവസ്ഥ ചെയ്യുന്നു. പഞ്ചായത്തുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളുടെ മേൽനോട്ടം, നിർദ്ദേശം, നിയന്ത്രണം എന്നിവ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിക്ഷിപ്തമായിരിക്കും. 82-ാമത്തെ ചോദ്യം. താഴെ പറഞ്ഞതിൽ ഏത് കമ്മിറ്റിയാണ് പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്താൻ ശുപാർശ ചെയ്യുന്നതിലേക്ക് ഇന്ത്യ ഗവൺമെൻറ് 1977
നിയമിച്ചത്? അശോക് മേത്ത കമ്മിറ്റി. 83ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ 11ാം ഷെഡ്യൂൾ പ്രകാരം താഴെ പറയുന്നതിൽ ഏതാണ് പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് നിയോഗിച്ചിട്ടില്ലാത്ത വിഷയം? ഓപ്ഷൻ എ ഉന്നത വിദ്യാഭ്യാസം. 84ാമത്തത്, സംസ്ഥാന ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ഏതാണ് ശരി? ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. പഞ്ചായത്തുകളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായ നടപടികൾ ഇത് ശുപാർശ ചെയ്യുന്നു. 85ാമത്തെ ക്വസ്റ്റ്യൻ, പഞ്ചായത്തുകളുടെ ഘടന സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 1, 2 മാത്രമാണ് ശരിയായിട്ടുള്ളത്. 1, 2. ഓപ്ഷൻ ബി 1, 2 മാത്രം. ഓരോ സംസ്ഥാനവും ഗ്രാമ, ഇന്റർമീഡിയറ്റ്, ജില്ലാ തലങ്ങളിൽ പഞ്ചായത്തുകൾ സ്ഥാപിക്കേണ്ടതാണ്. 20 ലക്ഷമോ അതിൽ കുറവോ ജനസംഖ്യയുള്ള സംസ്ഥാനങ്ങൾക്ക് ഇന്റർമീഡിയറ്റ് ലെവൽ പഞ്ചായത്തുകൾ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. അടുത്ത ക്വസ്റ്റ്യൻ, 86ാമത്തെ ക്വസ്റ്റ്യൻ, പഞ്ചായത്തുകളുടെ അധികാരങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ എന്നിവ സംബന്ധിച്ച് താഴെ പറഞ്ഞ പ്രസ്താവനകൾ ഏതാണ് ശരി? അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. എന്ന് പറഞ്ഞാൽ 1 മാത്രമാണ് ശരിയായിട്ടുള്ളത്. സാമ്പത്തിക വികസനത്തിനും സാമൂഹിക നീതിക്കുമുള്ള പദ്ധതികൾ തയ്യാറാക്കുക. 87ാമത്തത്, പഞ്ചായത്തിൻ്റെ അക്കൗണ്ടുകളുടെ പരിപാലനത്തിനും ഓഡിറ്റിങ്ങിനും വ്യവസ്ഥകൾ ഏർപ്പെടുത്താൻ ആർക്കാണ് അധികാരം? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഓപ്ഷൻ ഡി, ഒരു സംസ്ഥാനത്തിൻ്റെ നിയമസഭ. 88 എന്ന് പറയുന്നത്, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് പഞ്ചായത്തിൻ്റെ കാലാവധി നിർണ്ണയിക്കുന്നത്? ഓപ്ഷൻ എ ആണ് വരുന്നത്. ആർട്ടിക്കിൾ 243(e). ഓപ്ഷൻ എ ആണ് ആർട്ടിക്കിൾ 243(e). അടുത്ത 89ാമത്തെ ക്വസ്റ്റ്യൻ, 2025 ജനുവരിയിൽ ഏത് ഇന്ത്യൻ പ്രമുഖ വ്യക്തിയാണ് വനിതാ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രതിനിധികളെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനും നൂതനാശയങ്ങളും സ്വീകരിക്കാൻ പ്രോത്സാഹിപ്പിച്ചത്? ഓപ്ഷൻ സി ആണ് വരുന്നത്. ലോക്സഭാ സ്പീക്കർ ഓം ബിർള. 90ാമത്തെ ക്വസ്റ്റ്യൻ, ഇനി പറയുന്നതിൽ ഏതാണ് പൊതുജനാരോഗ്യത്തിൻ്റെ വ്യാപ്തി ഏറ്റവും നന്നായി വിവരിക്കുന്നത്? ഓപ്ഷൻ ബി ആണ് വരുന്നത്. രോഗങ്ങൾ തടയുകയും സാമൂഹിക തലങ്ങളിൽ ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. 91ൻ്റെ ആൻസർ, പൊതുജനാരോഗ്യ സമീപനം പ്രശ്നം തിരിച്ചറിയുന്നതിൽ നിന്ന് പ്രതികരണത്തിന് മാറ്റുന്നു. ഈ പ്രക്രിയയിൽ എന്താണ് പ്രവർത്തിക്കുന്നത്? ഘട്ടത്തിൻ്റെ പ്രാധാന്യം എന്താണ്? 91ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. വലിയ തോതിലുള്ള നടപ്പിലാക്കലിന് മുമ്പ് വ്യത്യസ്ത ഇടപെടലുകളുടെ ഫലപ്രാപ്തി ഇത് വിലയിരുത്തുന്നു. 92 എന്ന് പറയുന്നത്, ഇനി പറയുന്നവയിൽ ഏതാണ് സാർവത്രികവും തിരഞ്ഞെടുത്തതുമായ പ്രതിരോധ തന്ത്രങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഏറ്റവും നന്നായി വീക്ഷിക്കുന്നത്? ഓപ്ഷൻ ബി ആണ്. അപകട സാധ്യതയുള്ള വ്യക്തികളെ തിരിച്ചറിയാതെ മുഴുവൻ ജനസംഖ്യയും സാർവത്രിക തന്ത്രങ്ങൾ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. അതേസമയം തിരഞ്ഞെടുത്ത തന്ത്രങ്ങൾ അറിയപ്പെടുന്ന അപകട സാധ്യത ഘടകങ്ങളുള്ള ഗ്രൂപ്പുകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. 93ാമത്തെ ക്വസ്റ്റ്യൻ, നിർദ്ദിഷ്ട ജനസംഖ്യയിൽ ആരോഗ്യവുമായി ബന്ധപ്പെട്ട അവസ്ഥകളുടെ വിതരണത്തെയും നിർണായകങ്ങളെയും കുറിച്ചുള്ള പഠനവും ആരോഗ്യ പ്രശ്നങ്ങൾ നിയന്ത്രിക്കുന്നതിന് ആ പഠനത്തിൻ്റെ പ്രയോഗവും? ഓപ്ഷൻ എ ആണ് വരുന്നത്. എപ്പിഡെമിയോളജി. 94ാമത്തെ ക്വസ്റ്റ്യൻ, ഇനി പറയുന്നതിൽ ഏതാണ് പോസിറ്റീവ് ആരോഗ്യ സൂചകത്തിന് ഉദാഹരണം? ഓപ്ഷൻ സി ആണ് വരുന്നത്. ലൈഫ് എക്സ്പെക്റ്റൻസി അറ്റ് ബർത്ത്, ജനന സമയത്തെ ആയുർദൈർഘ്യം. 95ാമത്തെ ക്വസ്റ്റ്യൻ, സുസ്ഥിരമായ ധനസഹായവും നിയമപരമായ പിന്തുണയും ഉറപ്പാക്കിക്കൊണ്ട് വിജയകരമായ മാതൃ ആരോഗ്യ പരിപാടിയെ ദേശീയ നയത്തിലേക്ക് സംയോജിപ്പിക്കാൻ ഒരു സർക്കാർ തീരുമാനിക്കുന്നു. ഏത് തരം സ്കെയിലിംഗ് അപ്പ് ഒരു ഉദാഹരണമാണിത്? ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് വരുന്നത്. വെർട്ടിക്കൽ സ്കെയിലിംഗ് അപ്പ്. ഇനി അടുത്ത 96ാമത്തെ ക്വസ്റ്റ്യൻ, ഇനി പറയുന്നവൽ ഏതാണ് ഇന്ത്യയുടെ നാഷണൽ ഹെൽത്ത് മിഷൻ്റെ പ്രധാന ലക്ഷ്യം? ഓപ്ഷൻ ബി ആണ് വരുന്നത്. ആരോഗ്യ പരിരക്ഷയ്ക്ക് തുല്യമായ പ്രവേശനം വർദ്ധിപ്പിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ ആരോഗ്യ നയം 2017 അനുസരിച്ച് ആരോഗ്യ പരിരക്ഷ ഏത് തരത്തിലുള്ള സമീപനത്തിലേക്ക് കേന്ദ്രീകരിക്കുന്നു? ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. പ്രതിരോധവും പ്രോത്സാഹനപരവുമായ ആരോഗ്യ പരിരക്ഷ. 98, ദേശീയ ആരോഗ്യ ദൗത്യം രാജ്യത്ത് ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിനായി 100 ദിവസത്തെ അംബ്രല ക്യാമ്പയിൻ ആരംഭിച്ചു. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. നാഷണൽ TB എലിമിനേഷൻ പ്രോഗ്രാം. 99, കേരള പൊതുജനാരോഗ്യ നിയമവുമായി ബന്ധപ്പെട്ട് ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആണ്. 4 പ്രസ്താവനകളും ശരിയാണെന്നുള്ളതാണ് ആൻസറായിട്ട് വരുന്നത്. 100ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സമീപകാല ഡാറ്റ അനുസരിച്ച് 2024 ഏറ്റവും കൂടുതൽ വനിതാ വോട്ടർമാരുള്ള സംസ്ഥാനം കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ഓപ്ഷൻ സി പുതുച്ചേരി. ഉപകാരപ്രദങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.